സർജറി കഴിഞ്ഞ് അവനത് ഹെരണിയായി. ഈ ഹെരണി ഇനി മാറ്റണം. ഇതിന് ഇരിക്കും തോറും ക്യാൻസർ വരെ ആവും. കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് പ്രാവച്ചമ്പലം അരിക്കടമുക്ക് ഇടയ്ക്കോടെന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ വരാനുണ്ടായ സാഹചര്യം എന്താണെന്ന് നോക്കാം. എൻ്റെ പേര് എബിനാണ്. എനിക്ക് കരൾ മാറ്റി വെച്ചതാണ്. എനിക്ക് അമ്മയാണ് കരൾ വന്നത്. ഇനി എനിക്കൊരു ഓപ്പറേഷൻ വേണം. അതിന് പൈസ ഇല്ല. എല്ലാവരും സഹായിക്കണം. ഇപ്പോൾ എബിൻ മോന് 1 വയസ്സായപ്പോൾ കരൾ മാറ്റി വെച്ചതാണ്. എബിൻ്റെ അമ്മയാണ് കരൾ പകുത്ത് നൽകിയത്. അതിനുശേഷം കുഞ്ഞിന് ഹെരണ്യയുടെ അസുഖമാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ സർജറിക്കായിട്ട് ഏകദേശം 10 ലക്ഷം രൂപയോളം ആവും. ഇത്രയും വലിയൊരു സർജറി കഴിഞ്ഞ കുട്ടി അവരുടെ സാമ്പത്തികമായിട്ടൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിലാണ് അവർ. ഓരോ ദിവസങ്ങൾ പോലും കഴിഞ്ഞു പോകാൻ അവർക്ക് ബുദ്ധിമുട്ടാണ്. നല്ലൊരു വീട് പോലും അവർക്കില്ല. കരൾ പകുത്ത് നൽകിയതിന് ശേഷം എബിൻ്റെ അമ്മയ്ക്കും കഠിന ജോലികളൊന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ ആ ഒരു അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഹാർട്ടിനും പ്രോബ്ലമായി. അപ്പം ഈ മോൻ്റെ ട്രീറ്റ്മെൻറ്റിലേക്ക് യാതൊരുവിധ വരുമാനങ്ങളും അവർക്കില്ല. മോൻ്റെ സർജറി ആദ്യം എത്ര വയസ്സിലാണ്? ആദ്യം 6 മാസത്തിലൊരു സർജറി കഴിഞ്ഞ് അത് ഫെയിലായി. മലത്തിൽ കൂടെ ഒക്കെ ബ്ലീഡിങ് ആയിട്ടാണ് പിന്നെ ലിവർ മാറ്റി വെക്കാമെന്നും പറഞ്ഞ് SIT നേരെ കിംസിലോട്ട് വിട്ടത്. അന്ന് ഞങ്ങൾ SIT അന്വേഷണം പറഞ്ഞ് ഒരു കൊച്ചിന് സർജറി ചെയ്തായിരുന്നു. അത് മരിച്ചുപോയി, അണുബാധ എന്തോന്ന് മരിച്ചുപോയി. കിംസിലോട്ട് വിടാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ പോയി സർജറി കഴിഞ്ഞു. 1 വയസ്സിൽ സർജറി ആയിരുന്നു. SIT കാണിച്ചുകൊണ്ടിരുന്ന ഷാനവാസ് ഡോക്ടറെ കിംസിലോട്ട് വിട്ടത്. അവിടെ നിന്ന് സർജറി കഴിഞ്ഞ് അവനത് ഹെരണിയായി. ഈ ഹെരണി ഇനി മാറ്റണം. ഇതിന് ഇരിക്കും തോറും ക്യാൻസർ വരെ ആവും. ഈ ഹെരണി മാറ്റണം. ഇപ്പോൾ അവൻ്റെ മരുന്നും ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് ജോലിക്കൊന്നും പോകാൻ പറ്റില്ല. എനിക്ക് ഹാർട്ടിന് പ്രശ്നമുണ്ട്. എനിക്ക് ഹാർട്ട് ബീറ്റ് കൂടി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുമ്പോൾ ഷോക്ക് തന്ന് എൻ്റെ ജീവൻ തിരിച്ചു കിട്ടണം. അപ്പം എനിക്ക് ഒരിടത്തും ജോലിക്ക് പോകാൻ പറ്റില്ല. അത്രയ്ക്ക് അവസ്ഥ മോശം. മരുന്നാണെന്നുണ്ടെങ്കിൽ 2 നേരം കഴിക്കണം. 1 നേരം പോലും മുടങ്ങാൻ പാടില്ലാത്തതാണ്. ഇപ്പം എനിക്ക് ബുദ്ധിമുട്ടായപ്പോൾ 2-3 ആഴ്ചയൊക്കെ മരുന്ന് മുടങ്ങി. അപ്പോൾ ആളതങ്ങ് വല്ലാതങ്ങ് ക്ഷീണിച്ച്. അപ്പം എനിക്ക് മരുന്നിനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചെക്കപ്പും കാര്യങ്ങളൊക്കെയാണ്. നല്ല പൈസയാവും ടെസ്റ്റിനൊക്കെ. മരുന്ന് നല്ല വിലയുണ്ട്. മരുന്നൊക്കെ ലിവറിൻ്റെ മരുന്ന്. കിംസിൽ സർജറി കഴിഞ്ഞപ്പോൾ തന്നെ 58 ലക്ഷം രൂപയായി. അന്ന് കിംസുകാരെ സഹായിച്ച് ഒരുപാട് നാട്ടുകാരൊക്കെ സഹായിച്ച് സർജറി കഴിഞ്ഞത്. ഇനി ഇതിന് ഒരു 10 ലക്ഷം രൂപയെങ്കിലും ആവും. എല്ലാവരും കഴിയും പോലെ സഹായിക്കണം എൻ്റെ മോനെ. എനിക്ക് വേറെ ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ സോഷ്യൽ മീഡിയയിൽ സഹായം തേടിയത്. എല്ലാവരും എന്നെ സഹായിക്കണം. എനിക്കിത് കണ്ടിട്ട് തന്നെ സഹിക്കാൻ വയ്യ. എത്രയും പെട്ടെന്ന് ഈ കുഞ്ഞിൻ്റെ ഹെരണ്യയുടെ ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ അത് ക്യാൻസറിൻ്റെ സ്റ്റേജിലോട്ട് പോകുമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും ഈ പൊന്നുമോനെ ഒന്ന് സഹായിക്കണം. അത് ഞാനിവിടെ അപേക്ഷിക്കുകയാണ്. ഇതേ രീതിക്കുള്ള സർജറി തന്നെയാണ് കുഞ്ഞിൻ്റെ അമ്മയ്ക്കും ചെയ്തിട്ടുള്ളത്. അപ്പം ആ ഒരു അവസ്ഥയിൽ ആ അമ്മയ്ക്ക് ജോലിക്ക് പോകാനോ മറ്റുള്ള ഒരു കാര്യത്തിനും സാധിക്കുന്നില്ല. ഈ പൊന്നുമോൻ്റെ മരുന്നുകൾ തന്നെ മുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും ഈ പൊന്നുമോനെ സപ്പോർട്ട് ചെയ്യണം. കേരളമാണ്, നമ്മൾ ചേർത്ത് പിടിക്കണം. ഈ വീഡിയോ കാണുന്നവരാരെങ്കിലും പൈസയായിട്ടല്ലെങ്കിലും സർജറി എങ്കിലും ഒന്ന് സ്പോൺസർ ചെയ്യണം. കാരണം നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ കുഞ്ഞിൻ്റെ സർജറി നടക്കുക എന്നുള്ളതാണ്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടെ ഒരുപാട് ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇതൊന്നുമല്ല. കുഞ്ഞിൻ്റെ അമ്മയെ വിളിച്ചു നോക്കി ഞാൻ ഡോക്യുമെൻറ്റ്സ് എല്ലാം കാണിക്കും. ചികിത്സിക്കുന്ന ഡോക്ടർമാരുടെ നമ്പറുകളും അതുപോലെ എല്ലാം അവരുടെ ഓക്കെയാണ്. അപ്പം നിങ്ങൾ ഇത് ചെയ്യുന്നവരുണ്ടെങ്കിൽ അങ്ങനെ ഒരു വലിയ സഹായം ചെയ്യുന്നുണ്ട്. അവരെ വിളിച്ച് കൺഫേം ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ കുട്ടിയെ ഉറപ്പായിട്ട് സഹായിക്കണം. ഇവരുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.